2014 UDF ഒരു മദ്യനയം കൊണ്ടുവന്നു. ആ മദ്യനയത്തെ മുൻനിർത്തിയാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കാണിക്കുന്ന ആ മദ്യനയത്തെ ഈ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന ജനം തിരസ്കരിച്ചു എന്ന് തന്നെയാണ്. അല്ല, ഫാദർ പറയുന്നത് പോലെ ഈ നാട്ടിലെ ഭൂരിപക്ഷം, ഈ നാട്ടിലെ വോട്ടർമാരിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ്. ആ മനുഷ്യർ ഇതിനെ ഒരു ജീവൻ മരണ പ്രശ്നമായി ഈ നാട്ടിലെ മദ്യലഭ്യതയെ കണ്ടിരുന്നുവെങ്കിൽ LDFകാർ വീട്ടിലിരുന്നേനെ, UDFകാർ തുടർന്ന് ഭരിച്ചേനെ. അതല്ല ഈ നാട്ടിലുണ്ടായത്. ഈ UDFിൻ്റെ മദ്യനയത്തെ പിന്തുടരേണ്ട എന്ത് ബാധ്യതയാണ് LDFിനുള്ളത്? സഭ ഒരിക്കലും LDF എന്നോ UDF എന്നോ ഒന്ന് വേർതിരിച്ച് കണ്ടിട്ടില്ല. അത് വിപത്താണെന്ന് ജനത്തിന് തോന്നിയില്ല. ജനം തെരഞ്ഞെടുപ്പിൽ UDFനെ തോൽപ്പിച്ചു. ഇല്ല, ഈ വോട്ട് കിട്ടിയോണ്ട് മാത്രം പിന്നെ അതിനൊത്തിരി ജനാധിപത്യത്തിൽ പിന്നെ വോട്ടല്ലാതെ പിന്നെ വേറെ എന്ത് വേണം? ഈ ബാറുകൾ നിരോധിച്ചില്ലെങ്കിൽ ഇവരെ ഭരിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പരസ്യമായിട്ട് ഇവിടെ പറഞ്ഞ പട്ടത്തെ ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് പറഞ്ഞതാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവിടെയാണ് പാവപ്പെട്ട ഉമ്മൻചാണ്ടി ഇവരെല്ലാം പറ്റിച്ചു. ഇവരാരും വോട്ട് ചെയ്തില്ല. ഇവർ പറഞ്ഞ സ്ത്രീകളുടെ കണ്ണീരൊപ്പാനുള്ള ഉമ്മൻചാണ്ടിയെ നിങ്ങൾ സഹായിക്കണം തോന്നി. എന്നിട്ട് എവിടെയാണ് ഉമ്മൻചാണ്ടി ഇപ്പോഴാണ് റോഡിൽ കൂടെ നടക്കുക? 44 സീറ്റും വാങ്ങിച്ചിട്ട്. 2014 മുതൽ കേരളത്തിൻ്റെ പൊതുവിടങ്ങളിൽ നിന്ന് പതുക്കെ ഇങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്ന, പൂർണ്ണമായി അല്ലെങ്കിലും അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്ന ഒരു വസ്തു തിരികെ എത്താൻ പോവുകയാണ് ഒരു മാസം കഴിയുമ്പോഴേക്ക്. അത് ഏകദേശം തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായും. ഈ പുതിയ സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പം എടുത്തുമാറ്റിയ ഉമ്മൻചാണ്ടി സർക്കാർ തിരിച്ചു കൊണ്ടുവരുന്ന LDF സർക്കാരോ ഇതിന്റെ പിന്നിലുള്ള പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ആത്മാർത്ഥത കാണുകയോ ചെയ്യാതെ അതിലെ പണം എന്ന മെറ്റീരിയൽ സാധനത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് എടുക്കുന്ന ഡിസിഷനാണ്. ഇന്ത്യയിൽ മൊത്തം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്രൈമിൻ്റെ IPC കീഴിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്രൈമിൻ്റെ 8.7% ഇന്ത്യയിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്. ഇതിനേക്കാൾ മുന്നിൽ നിൽക്കുന്ന 2 സംസ്ഥാനം നമ്മളെക്കാൾ ഒരുപാട് പോപ്പുലേഷനുള്ള മഹാരാഷ്ട്രയും മധ്യപ്രദേശുമാണ്. മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയുടെ പഠനപ്രകാരം 30% മലയാളികൾ ഡിപ്രഷന് അടിപ്പെട്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഡിവോഴ്സസ് നടക്കുന്ന, ഏറ്റവും കൂടുതൽ സൂയിസൈഡ്സ് നടക്കുന്ന ഒരു വർഷത്തിൽ ശരാശരി ഒരു വ്യക്തി 8 ലിറ്ററിലധികം കൺസ്യൂം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചാബിനേക്കാളും ഹരിയാനയെക്കാളും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ആൽക്കഹോളിക് കൺസംഷനുള്ള, അഡിക്ഷനുള്ള സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറുന്നു എന്നുള്ളത്. ഇവിടെ ഈ പറഞ്ഞ അഗ്രഷൻ, ഡിപ്രഷൻ, സൂയിസൈഡ്, ഡിവോഴ്സ്, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആൽക്കഹോളിസം അല്ലെങ്കിൽ അതിനോടുള്ള അഡിക്ഷൻ, ഇതിലൊന്നു മാത്രമായിട്ട് ഒരിടത്തും കൂടുന്നതായി കാണാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അർത്ഥം നഷ്ടപ്പെടുമ്പോൾ 3 കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നു വിടും. ആ 3 കാര്യങ്ങൾ, ഒന്ന് അഗ്രഷൻ, ഒന്ന് ഡിപ്രഷൻ, ഒന്ന് അഡിക്ഷൻ. ഇപ്പോൾ കടപ്പുറത്ത് നിൽക്കുന്ന ഒരു മദ്യപിക്കുന്ന ആളെക്കുറിച്ച് പറഞ്ഞു. നോക്കൂ, എത്ര കാലം വളരെ കഠിനമായ രീതിയിൽ വർക്ക് ചെയ്തെടുത്താലും മറ്റൊരു തലത്തിലുള്ള ജീവിതം അവന് കാണാൻ കഴിയുന്നില്ല. അവൻ കമ്പയർ ചെയ്യപ്പെടുന്ന പണക്കാരൻ്റെ ജീവിതത്തിന് അടുത്ത് പോലും അവൻ എത്താൻ അവൻ എത്ര വർഷം, എത്ര പതിറ്റാണ്ട് മീൻ പിടിച്ചെത്തിക്കഴിഞ്ഞാലും കാണില്ല എന്ന് കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി സ്കോപ്പ് ആൻഡ് ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി ഹോപ്പ്. അവിടെ ആ ഒരു ഹോപ്പ്ലെസ്നെസ്സും ആ മീനിങ്ലെസ്നെസ്സുമാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ സിനാരിയോയിൽ ആൽക്കഹോളിസത്തിനെ നമ്മൾ എടുത്തിട്ട് മറ്റെല്ലാം ആൽക്കഹോളിസം കൊണ്ടാണെന്ന് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ വി ആർ നോട്ട് അഡ്രസ്സിങ് ദ റൈറ്റ് ഇഷ്യൂ അറ്റ് ദ റൈറ്റ് പോയിന്റ്. ജീവിതത്തിലെ പ്രതീക്ഷകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ അടിച്ചു മരിക്കില്ലെന്നേ. ഇതിനെല്ലാം കാരണം മദ്യമാണെന്ന് പറഞ്ഞിട്ട് അതൊരു എളുപ്പ വഴിയാണ്. മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല, പക്ഷേ നമ്മുടെ പ്രശ്നങ്ങളിൽ ഇന്ന് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നായിട്ട് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ എന്തുകൊണ്ട് മലയാളി മദ്യത്തിന് അടിമപ്പെടുന്നു എന്നാണ് ഫാദറിൻ്റെ അല്ലെങ്കിൽ ചർച്ചിൻ്റെതായ ഒരു ഒബ്സർവേഷൻ. അതിന് ഞാൻ അടിസ്ഥാനമായിട്ട് കാണുന്ന ഒരു ജീവിത ലക്ഷ്യം നഷ്ടപ്പെട്ടു നിൽക്കുന്നതുകൊണ്ടുള്ള ഒരു നിരാശ. അപ്പോൾ അവിടെ അഡ്രസ് ചെയ്യേണ്ടത് മദ്യത്തിനെയാണോ ജീവിത ലക്ഷ്യത്തിനെയാണോ? ഒന്നത്. 2, പിന്നെ ഒന്നിപ്പോൾ മനുഷ്യൻ സ്വാർത്ഥതയിലേക്ക് വയ്ക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ സ്വാർത്ഥതയിലേക്ക് എൻ്റെ കാര്യം മാത്രം, മറ്റവൻ്റെ എല്ലാം വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നങ്ങളെയല്ലേ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 1 ഇതിന് ലഭ്യത കുറയ്ക്കുക, 2 നിയമമൂലം തടയുക, 3 ബോധവൽക്കരണം നടത്തുക. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു വൈറസ് കയറിക്കഴിഞ്ഞാൽ ആ വൈറസിനെ ട്രീറ്റ് ചെയ്യാനല്ലേ നമ്മൾ നോക്കേണ്ടത്. സിംറ്റംസിന് മാത്രം മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വൈറസ് വീണ്ടും നമ്മൾ അറ്റാക്ക് ചെയ്യില്ലേ ഫാദറെ? ഇപ്പോൾ ഈ പറയുന്ന ആൽക്കഹോളിനെ നമ്മൾ എടുത്തു മാറ്റിയാൽ ഇതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള ഒരു സാധനത്തിലേക്ക് പോവില്ലേ? ആ മീനിങ് അവിടെ നമ്മൾ കൊടുക്കാത്തടത്തോളം ഈ 3 പോയിന്റുകളും അതിനെ സോൾവ് ചെയ്യുന്നില്ലല്ലോ. ഈ ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ ഇത് വിട്ടുകൊണ്ടുള്ള ഒന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ബോധവൽക്കരണ പരിപാടികൾ ഒരുപാടെണ്ണം ഞാൻ കേട്ടിട്ടുണ്ട്, പല പ്രസംഗങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ മദ്യത്തിൻ്റെ വിപത്ത്
മദ്യം വിപത്തില്ലാത്തൊരു സാധനമാണെന്നുള്ള അഭിപ്രായം മദ്യം എനിക്കില്ല. കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക ഒക്കെ ഉണ്ട്, പ്രശ്നങ്ങളൊക്കെ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നു. പറയുന്നില്ല. പക്ഷെ അതൊക്കെ പറയുന്നതിലൂടെ ശരിയായ പ്രശ്നം അവിടെ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. അവരുടെ ജീവിത പ്രശ്നം അവിടെ അഡ്രസ് ചെയ്യുന്നു. ജീവിത പ്രശ്നം അവിടെ അഡ്രസ് ചെയ്യപ്പെടുന്നില്ലല്ലോ. മദ്യത്തിന്റെ പ്രോബ്ലം മാത്രമല്ലേ നമ്മൾ അതിനെ കാണുന്നുള്ളൂ. അത് സഭയ്ക്ക് ചെയ്യാമല്ലോ. It's not a health based issue. It's not an economic problem. It's a spiritual problem. ഈ പാവപ്പെട്ട മനുഷ്യരെ കുടിച്ച് നശിക്കരുത് എന്നുള്ളത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. അവിടെ സഭയ്ക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ സഭ ചെയ്യുകയും സഭ അതിൽ വിജയിക്കുകയും വേണമെന്നുള്ള നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. തീർച്ചയായിട്ടും അത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പരിശോധിക്കുമ്പോൾ പക്ഷെ പരാജയപ്പെടുന്നു സഭ. ഈ നമ്മുടെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളല്ലേ. 100% വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മതത്തിന്റെ ആവശ്യമില്ലല്ലോ. ബിവറേജ് കോർപ്പറേഷന് മുമ്പിൽ ക്യൂ നിൽക്കുന്ന ആൾക്കാരടുത്ത് പോയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ വരുന്നു, അല്ലെങ്കിൽ ഇവന്റെ ജീവിത സാഹചര്യത്തിൽ പോയി പഠിച്ചിട്ട് why this person is doing this എന്നൊരു പഠനം നടത്തുന്നു. അല്ല അതിപ്പോ ഒരു സഭയുടെ മാത്രം ദൗത്യം, ജനങ്ങളുടെ പക്ഷെ ഒരു ഇടവകയിലെ മദ്യത്തിന് അഡിക്റ്റഡ് ആയ പാവപ്പെട്ട മനുഷ്യർ എന്തുകൊണ്ട് അഡിക്റ്റഡ് ആവുന്നു എന്നുള്ള പഠനം സഭയ്ക്ക് നടത്താം. ഈ സഭ ഇതിന് അല്പം മുന്നിട്ട് നിന്ന് നേതൃത്വം കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. UDF ഗവൺമെന്റ് ശരിക്കും പഠിച്ചിട്ടല്ല. വേണമെന്ന് വിചാരിച്ചാൽ സർക്കാരിനെ പോലെ സർക്കാരിനേക്കാൾ അധികം ഓരോ വീടിനകത്തേക്കും പ്രവേശനമുള്ള സംവിധാനമാണ് സഭ. ആ പഠനം സഭയ്ക്ക് നടത്താം. കേരളത്തിൽ സഭ ഏറ്റവും എഫക്റ്റീവായി നടത്തിയ 2 കാര്യങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്ത്, ഇല്ലേ? പള്ളിക്കൂടം എന്നായിരുന്നു സ്കൂളുകളുടെ പേര്. അങ്ങനെ മാറ്റത്തിന് വരാൻ കഴിഞ്ഞ സഭയാണ് ഇപ്പൊ ഈ ഡയലോഗ് അടിച്ചുകൊണ്ട് ഇതുവഴി നടക്കുന്നത്. നിങ്ങളുടെ പരാജയമാണ്, നിങ്ങളത് സമ്മതിക്കണം. നിങ്ങൾ കുടുംബങ്ങളുമായി നിങ്ങളുടെ ബന്ധം നിങ്ങൾ വിട്ടിട്ട് നിങ്ങൾ കച്ചവടത്തിലേക്ക് തിരിഞ്ഞതാണ്. അതിന്റെ ദുരന്തമാണല്ലോ റോബിൻ അച്ഛനെ പോലുള്ള ഒരുത്തൻ ഇന്ന് ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. എല്ലാ പ്രവർത്തനങ്ങളും ഉള്ളതുപോലെ ഇതിലും കുറവുകൾ തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാനായിട്ട് വിടും. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു അവസരമായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താം. അതോടൊപ്പം 1 ലഭ്യത കുറയ്ക്കുക, 2 നിയമം മൂലം തടയുക, 3 അടിസ്ഥാനപരമായിട്ട് ബോധവൽക്കരണം കൊടുക്കുക. മോൺസിഞ്ഞോർ ഫാദർ ജി ക്രിസ്തുദാസ്, റോയ് മാത്യു, പ്രവീൺ. ഒരു സർക്കാർ മദ്യം നിയന്ത്രിക്കുന്നു, മറ്റൊരു സർക്കാർ നിയന്ത്രണം എടുത്തുകളയുന്നു. ഒരു കോടതി ദേശീയപാതയോരത്ത് മദ്യം നിരോധിക്കുന്നു, മറ്റൊരു കോടതി ഈ പാത ദേശീയപാതയല്ലെന്ന് വിധിക്കുന്നു. കോടതിയുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പരീക്ഷണ വസ്തുക്കളാവാൻ പാവം മലയാളികളുടെ ജീവിതം ഇനിയും ബാക്കി. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.